ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് TP കേസ് പ്രതികൾ ഹൈക്കോടതിയിൽ. നിരപരാധിയാണെന്നും വീട്ടിൽ ഭാര്യയും കുട്ടികളും മാത്രമേ ഉള്ളൂവെന്നും MC അനൂപ് വാദിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രതി ജ്യോതി ബാബുവിനെ ഓൺലൈനായി ഹാജരാക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയെന്നും ജ്യോതി ബാബു വാദിച്ചു. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് പ്രതികൾ പറയുന്നത്? വേണു, കേരളം കണ്ട ക്രൂരമായ കൊലപാതകത്തിലെ പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ദയയ്ക്ക് വേണ്ടി കാക്കുകയാണ്. കോടതി മുൻപാകെ തങ്ങൾക്ക് ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് പ്രതികൾ. കഴിഞ്ഞ തവണ നേരത്തെ ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി വിചാരണ കോടതിയുടെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. കൂടുതൽ വലിയ ശിക്ഷ കിട്ടാതിരിക്കാനുള്ള പ്രതികളുടെ അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ. ശ്രീകാന്ത്, പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ വീണ്ടും ചേരും. TP വധക്കേസിൽ ഹൈക്കോടതിയിൽ പ്രതികളെ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതികൾ ഹൈക്കോടതിയിൽ ശിക്ഷ ഇളവ് നൽകണമെന്ന് വാദിക്കുകയാണ്. വിചാരണ കോടതി ശിക്ഷ നൽകിയിരുന്നു. അതിൽ പരമാവധി ശിക്ഷ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ ഹർജിയിലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് പ്രതികൾ അവരുടെ ആവശ്യം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ശിക്ഷയിൽ ഇളവ് നൽകണം എന്നാണ് MC അനൂപ് അടക്കമുള്ളവർ ഇപ്പോൾ കോടതിയോട് യാചിക്കുന്നത്. MC അനൂപിൻ്റെയൊക്കെ പങ്കാളിത്തം എത്ര ക്രൂരമായിരുന്നു എന്നത് വിചാരണ കോടതി വിധിയിലുള്ളതാണ്. ആ കുറ്റവാളിയാണ് ഇപ്പോൾ പറയുന്നത് വീട്ടിൽ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, ഈ കാര്യത്തിൽ പങ്കില്ല എന്ന്. അതുപോലെ തന്നെ വിചാരണ കോടതി വെറുതെ വിട്ട ജ്യോതി ബാബുവിനെ അടക്കം ഹൈക്കോടതി ഗൂഢാലോചന കേസിൽ പ്രതിയാക്കിയിരുന്നു. ജ്യോതി ബാബു ഇന്ന് ഹാജരാകേണ്ടതാണ്. എന്നാൽ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ജ്യോതി ബാബുവിനെ ഓൺലൈനായി തന്നെ കോടതി ഹാജരാക്കിയിരിക്കുകയാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ജ്യോതി ബാബു പറയുന്നു. നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഒക്കെ വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അധിക ശിക്ഷ കിട്ടാതിരിക്കാനും ശിക്ഷിക്കപ്പെടാതിരിക്കാനും ഒക്കെ പ്രതികൾ ഹൈക്കോടതിയോട് യാചിക്കുകയാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പറഞ്ഞോളൂ. ഈ ജ്യോതി ബാബുവിന്റെ ഭാഗമാണ് നിലവിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി. ഈ ജ്യോതി ബാബു ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് ജ്യോതി ബാബുവിനെ ഓൺലൈനായാണ് കോടതിയിൽ ഹാജരാക്കുകയുണ്ടായത്. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: അസുഖം കാരണം തനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. വീട്ടിൽ വേറെ ആരുമില്ല. ഭാര്യ വൃക്ക രോഗിയാണ്, മകനും രോഗിയാണ്, മകൾ മാത്രമേ ഉള്ളൂ. ആരോഗ്യ പ്രശ്നവും വീട്ടിലെ അവസ്ഥയും കണക്കിലെടുക്കണം. അനുജൻ കൊല ചെയ്യപ്പെട്ടതാണ്. അനുജന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും ജ്യോതി ബാബു ഇപ്പോൾ ഹൈക്കോടതി മുൻപാകെ ആവശ്യപ്പെടുന്നു. അതായത് കേരളം കണ്ട ഏറ്റവും ഹീനമായ കുറ്റകൃത്യത്തിലെ പ്രതികൾ നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി കൂടി ആ ശിക്ഷ ശരിവെച്ച തരത്തിൽ കോടതിയുടെ ദയയ്ക്ക് വേണ്ടി കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇന്ന് വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഉറപ്പില്ല. എന്തായാലും ഇവരുടെ മാനസികാരോഗ്യം അടക്കം പ്രതികളുടേത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിരുന്നു. അതടക്കം കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു പക്ഷേ ഇവരുടെ ഭാഗം കൂടി കേട്ട ശേഷം മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ മാറ്റുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നത് സംബന്ധിച്ചാണ് നിലവിൽ ഇപ്പോൾ പ്രധാനമായും കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൈക്കോടതി മുൻപാകെ സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഇവരുടെ ശിക്ഷ ജീവപര്യന്തം എന്നുള്ളത് വധശിക്ഷയായി ഉയർത്തണമോ എന്ന കാര്യത്തിൽ നിലവിൽ കോടതി വാദം കേൾക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത്രയധികം പ്രതികളുടെ ഭാഗം മുഴുവൻ കേൾക്കണം. ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷാവിധി മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.